ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ? രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടന്റ് നീ അതിനൊന്നും പ്രതികരിക്കില്ല. അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്. മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണുസുധി സപ്പോർട്ടർ ആയിട്ടുള്ള സജീന ചേച്ചി നെറ്റ്സോവിയൻ എന്ന് പറയുന്ന 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ചേച്ചി ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ സേഫ് ആയിട്ട് ഭദ്രമായിട്ട് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾ യൂസ് ചെയ്ത ഒരു പദപ്രയോഗവും ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പറയാം, നിങ്ങളുടെ റൈറ്റ് ആണ്, നിങ്ങളുടെ ഫ്രീഡം ആണ്. ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. നീ നിന്റെ അമ്മേന്റെ കണ്ടന്റ് വിറ്റ് ജീവിക്കും. നീ നിന്റെ അമ്മേന്റെ വട നീ സോഷ്യൽ മീഡിയയിൽ ഇടും. നിന്റെ കൂടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? നീ തോന്നിവാസം ചെയ്ത് നിൽക്കുക. വീഡിയോകൾ കണ്ട് നീ വികാര നിർബലമാവുകയാണ്. അല്ല, ഒരിക്കലുമല്ല. നിയമപരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് അഗെയിൻസ്റ്റ് ഉണ്ടാവുന്ന ലീഗൽ കേസസ് വളരെ വലുതാണ്. ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു.